നിങ്ങൾ വീണ്ടും BGRൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെറും ഗെയിമിംഗ് ഒന്നുമല്ല, ചെറിയൊരു ക്രാഫ്റ്റ്. അതായത് ഇപ്പം ഞാനൊരു മിനിയേച്ചർ ഗ്യാരേജ് ഉണ്ടാക്കട്ടെ. ഒരു ചെക്കൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഉണ്ടാക്കണത്. ഓക്കെ, ഇൻസ്പയർഡോ എങ്ങനെ ആർക്കറിയാം അതിൻ്റെ സ്പെല്ലിങ് വരയ്ക്കും. ഇതാ ഇപ്പോൾ ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കിട്ടി. ആമസോണിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇത് ഇവിടെ ഒന്ന് ചളിങ്ങിയുണ്ട്, കണ്ടറിയാം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കാറ്, ഇതിങ്ങനെ. അപ്പോൾ ഇവിടെ ചളുക്കൊന്നും കാണത്തില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഞാനിത് ഇതിനായിട്ട് ഉണ്ടാക്കിയതല്ല സത്യത്തിൽ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരു ബെഞ്ച്. അതിനകത്തും ഉണ്ടത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇതാണ് ആ ബെഞ്ച്. ഇതിനകത്ത് എന്താ ഡെസ്ക്കാണ്, ഡെസ്ക്. ഇതിനകത്ത് നമ്മുടെ PC ആണ്, PC. അപ്പോൾ നമുക്ക് ഇനി എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയില്ല. അപ്പം നമുക്കെന്തെങ്കിലും ഇപ്പോൾ ആലോചിച്ചിട്ട് ഉണ്ടാക്കണം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഒരു ടൂൾ ബോക്സ് ഉണ്ടാക്കിയാലോ? ടൂൾ ബോക്സ് വേണ്ട. നമുക്കിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ മുകളിലുണ്ട് കുറേ ഫോം ബോർഡ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ അനിയൻ വരച്ച ഒരു ബോർഡുണ്ട്. ഇങ്ങനെ ബസ് വരച്ചതാ. നോക്കിയാ, ഇതിൻ്റെ ഓനോട് പറഞ്ഞതാ ഇതിനകത്ത് വരക്കണ്ടെന്ന്. ഓൻ വരച്ചു. പേപ്പറിൽ വരക്കാൻ പറഞ്ഞിട്ടോ വരച്ചില്ല. ഇതിനകത്ത് വെച്ചപ്പോൾ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടമായി. അപ്പോൾ അതിനകത്ത് ഞാൻ മിനിയേച്ചറല്ല ഉണ്ടാക്കണേ, ചെറിയതാണ്. കണ്ടറിയതാ. ഇപ്പം ഇത്ര ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കിയ ടേബിൾ ഉണ്ടോ? ടേബിൾ അതിൻ്റെ ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഈ സാധനം വിരലിൻ്റെ ഒരു ഏകദേശം വിരലാണ്. ഇത്ര ഉണ്ടാവും വിരലിൻ്റെ. ഞാൻ കഴിച്ചു. അമ്മയാണ് കഴിച്ചതെന്ന് വെച്ചതാ. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വിരലിൻ്റെ എത്ര ഉണ്ട്, ചെറിയ വിരലിൻ്റെ എത്ര ഉണ്ട്, മുതുകൽ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം എന്തുണ്ടാക്കുക? നമുക്ക് ബോർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത്ര കിട്ടി. ഇത് ഇരിക്കാൻ ചെയർ ഉണ്ടാക്കാം. നമ്മളെ ഫോം ബോർഡ് ഞാൻ കാണിച്ചു തന്നത് ഇതാണ്. ഇത്ര കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേരുടെ സുഖ അളവെടുക്കാം. നമ്മളുടെ ഇപ്പം ഇത്രയും ചെറുതല്ലേ, അപ്പോൾ ഇതിനനുസരിച്ച് വേണ്ടേ എന്താ ചെയറൊക്കെ. അപ്പം ഇതും കൊണ്ടൊന്ന് മെഷർ ചെയ്യാണ്. ഇപ്പം നോക്കട്ടെ. ഇപ്പം ഞാൻ ഏകദേശമായിട്ടോ എടുക്കുന്നത്. പിന്നെ ഇതന്നെ ഉണ്ട് 1.5 ഉണ്ട്. ഇത് കാല്. അപ്പം ഇതൊരു ഇതിൻ്റെ കാലിനൊരു 1 സെൻറ്റിമീറ്റർ എടുക്കാം ഒറ്റക്കാലിന്. നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതല്ലേ. അപ്പം അതിനകത്ത് 3 കാലുള്ളതാണ്. 3 കാലമായിട്ട് ഒരു കർവായിട്ടുള്ള ഈ സാധനം, ഈ ചാരിയിരിക്കുന്ന ഈ കർവായിട്ടാണ് അതിങ്ങനെ. അപ്പോൾ അത് വേണോ? അത് വേണ്ട. നമുക്ക് 4 കാലിലുള്ളത് തന്നെ സാധാ ചെയർ. ഓക്കെ,
1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കണം. കാണിച്ചു തരാം. എന്താ 1 സെൻറ്റിമീറ്റർ. നമുക്ക് കറക്റ്റൊന്നും ആകണ്ട, ഒരു ഏകദേശം മതി. ഓക്കെ, ഇത് മതി. കിട്ടുന്നുണ്ട്. എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് ഷേപ്പാക്കാം. ഇപ്പം എത്ര ഉണ്ടാവും? ലേതരത്തുണ്ട്, ഒന്നുണ്ട്. നമുക്കിപ്പോൾ ഇതല്ലേ ഫോം ബോർഡ് മെൻസിൽ പേപ്പർ മാതിരി കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പം ഇതൊന്ന് ഞെക്കി കട്ടി കുറച്ചെടുക്കാം. ഞാൻ വെച്ചാലേ കൈ മുറിയും. ഇപ്പതാ ഇവിടെ ഒന്ന് കൈ മുറിഞ്ഞിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇതൊക്കെ അത് ഞെക്കിയാൽ മതി, അപ്പം തന്നെ താഴും. അപ്പം നോക്കിയാ ഉണ്ടോ, ഒരു കാലായി. അപ്പോൾ രണ്ടാമത്തെ കാല് നമുക്ക് ചെയ്യാം. ഓക്കെ ബോയ്സ്. പിന്നെ നിങ്ങളൊരു ബോയ് ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഗേളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ചാലഞ്ച്. എത്ര ബോയ്സ് എത്ര ഗേൾസൊക്കെ ഉണ്ടെന്ന് നോക്കാവേ. എൻ്റെ അനിയൻ്റെ പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അനിയൻ അവിടെ കിടന്ന ടാബ് കാണുന്നുണ്ട് അവിടെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്രയും നേരം ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലീവൊക്കെ ആയില്ലേ, പിന്നെ ഫോൺ കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ചായി വിളിച്ചു കഴിഞ്ഞിട്ട് അമ്മ ഫോൺ വന്നപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് വീട്. ഇതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. സത്യത്തിൽ ഇതൊക്കെ ഞാൻ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാ, ഇന്നലെ രാത്രി. ഇത് എന്നോ ഉണ്ടാക്കിയതാ. ഈ വർഷമൊക്കെയാണ്, കഴിഞ്ഞ മാസം അങ്ങനെ ഉണ്ടാക്കിയതാണത്. ഓക്കെ, ഇതായിട്ടുണ്ട്. രണ്ടാമത്തെ ലെഗ്, ഫസ്റ്റ് ലെഗ് ആൻഡ് രണ്ടാമത്തെ ലെഗ്. കറക്റ്റാണോ? കാലൊക്കെ കറക്റ്റുണ്ട്. രണ്ടെണ്ണവും ഇതാ. ഓക്കെ, ഇതെവിടെയാണ് സൂക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ എപ്പോഴാണ് പോവുക എന്ന് പറയാൻ പറ്റത്തില്ല. ഫുൾ അലങ്കോലാണ്. അപ്പം എപ്പോഴാണ് പോവുക എന്ന് പറയാൻ പറ്റത്തില്ല, കാണാതെ ചെറുതല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം, താഴത്തെ അറയിൽ. ഇപ്പം തന്നെ നമ്മൾ ഇവിടെ വെച്ചാൽ അടുത്തത് ആണ്. അമ്മി ഡോക്ടർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഡൗട്ട്. അച്ചാച്ചൻ്റെ അമ്മ, ഞങ്ങളിതാണ് സ്ഥലം. അവിടെ അച്ഛൻ റബ്ബറൊന്ന് വെറുതെ ഇരിക്കുന്ന കണ്ട പാറ്റം വെട്ട്. അച്ഛൻ്റെ പണിയാണെന്നല്ല, വെറുതെ ഇരിക്കുകയല്ലേ, വെട്ടുക. പൈസ കിട്ടുമല്ലോ. എങ്ങനെ കിട്ടിയപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പൈസ കിട്ടുക മീൻസ് വെറുതെ ഇരിക്കുമ്പോൾ പൈസ കിട്ടല്ലേ. അപ്പോൾ അച്ഛൻ ചെയ്തു. നമ്മളുടെ ഇതാ മൂന്നാമത്തെ ലെഗ്, എന്താ നാലാമത്തെ ലെഗ്. ഇതൊന്ന് ഷേപ്പാക്കട്ടെ. നാലാമത്തെ ലെഗ്, മൂന്നാമത്തെ ലെഗ്.
ഇനി ഫസ്റ്റത്തെ ലെഗൊക്കെ ഇതാ, ബാക്കി 2 ലെഗും ഉണ്ട്. ചെറിയ ലെഗുകൾ വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇടാം. ഒരു ഫ്രെയിമാണല്ലോ, അതിനിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വേണമല്ലോ, എന്ത് വെക്കണ്ടേ. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏകദേശമാണ് 1 സെൻറ്റിമീറ്റർ വെച്ചോ. 1.5 വേണ്ട 1 സെൻറ്റിമീറ്റർ കേട്ടോ. എന്താ 1 സെൻറ്റിമീറ്റർ, എന്താ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ. ഓക്കെ, 1 സെൻറ്റിമീറ്റർ എടുക്കാം. എല്ലാ സൈഡിലും 1 സെൻറ്റിമീറ്റർ വേണം. ഓക്കെ, ഫസ്റ്റത്തെ 1 സെൻറ്റിമീറ്ററായി. സെക്കൻഡ് 1 സെൻറ്റിമീറ്റർ വേണം. നിങ്ങൾ അതേപോലെ ബ്രെഡ്ത്ത് അര മതിയോ? ബ്രെഡ്ത്ത് അര മതിയോ? വേണ്ട 1 മതി. പക്ഷേ വലുതാകുക കുഴപ്പമില്ല, മതി. റിയൽ വീടൊന്നും അല്ലല്ലോ, ഇത്ര പെർഫെക്ഷനോടെ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എവിടെയാണ് 1 സെൻറ്റിമീറ്റർ. ഓക്കെ, 1 സെൻറ്റിമീറ്റർ കറക്റ്റ് കിട്ടി. ഓക്കെ, കിട്ടി. കുറച്ച് പെർഫെക്ഷന് കുറവായിപ്പോയി. കുഴപ്പമില്ല, ബ്ലേഡ് ഉണ്ടല്ലോ. എന്നതാ നഖ അരക്കണ സാധനം അച്ഛൻ ദുബായിന്ന് കൊണ്ടുവന്നേ. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക. അവിടെ ഇതൊക്കെ ഉണ്ട്. എന്ത് പേരുന്ന വരയ്ക്കുന്ന സാധനത്തിൻ്റെ പേര്? വരയ്ക്കുന്ന സാധനം അതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വരയ്ക്കാം. ഇവിടെ ഫുള്ള് ഞാൻ വരച്ച് ഈ സാധനം വരച്ചതാ. സ്മൂത്തായി, നല്ല സ്മൂത്തായിക്കണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്താണ്. അടുത്തത് ഇത് ഒരയ്ക്കാം. ഒരയ്ക്കൽ ചടങ്ങ് തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. മാച്ച് സ്റ്റിക്ക് വരയ്ക്കുക. ഇതാ അടുത്ത സൈഡാണ് നമ്മുടെ. ഇതാ അടുത്തത്. ഞാൻ ഈ കാര്യം പറയാം, നമുക്കിപ്പോഴും ലൈവ് സ്ട്രീം ഇടാൻ പോലെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ല. നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ഈ മൂലയൊക്കെ അഴക്കാൻ സൈഡ് തവി. ലാസ്റ്റ് സെറ്റ്. ഒന്ന് സ്മൂത്തായിട്ടുണ്ട്. ഇനി ഇത് പ്രസ് ചെയ്യാം. ഇത് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവില്ല. കിച്ചിത്തുമ്മലുണ്ട്. ചമ്മന്തി കറക്റ്റായി. നോക്കിയ ഫോമിൽ ബോർഡിൻ്റെ അവിടെ വെച്ച് കാണത്തില്ല. രാവിലെ ആയതുകൊണ്ട് ലൈറ്റില്ലേ, പൊക്കെ ശരിക്കും കാണത്തില്ല.
അതെന്തായാലും നല്ല പാടായിരിക്കും. നിലത്തിട്ട് ഊറ്റിയാൽ മതി. വെറുതെ വാഴയുണ്ടാക്കി. അപ്പം നമ്മൾ ഇതാ അത് പീസെറ്റ്. ഇതിനകത്ത് നമ്മൾ എന്താ പശയ്ക്ക് പശ നമ്മൾ ഓരോ കാലമായിട്ട് മുക്കും വീണ്ടും. ഇല്ലെങ്കിലേ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പോവും. കയ്യൊക്കെ ഒട്ടും നല്ല വേദന. അപ്പോൾ ഉള്ളും ഇതിന് നല്ല പൊള്ളലല്ലോ. എന്നാലും ഒട്ടിച്ചതിൻ്റെ ഇത് ഇവിടെ കാണാനുണ്ട്. ഫസ്റ്റ് കാൽ ഭയങ്കര മണം. എന്തോ ഒരു മണമായി. ഇനി ഫസ്റ്റ് കാൽ ഫിറ്റ് ചെയ്തു കേട്ടോ. അത് ഫസ്റ്റ് കാൽ. സെക്കൻഡ് കാൽ അത് ഫിറ്റായില്ല. ഒന്നുകൂടെ പശ ഒട്ടിക്കാം. ഇതാ രണ്ട് കാലായി. അയ്യോ, ഒരു കാലിന് വലിപ്പം കൂടിയോ നിൽക്കില്ല ഡോക്ടർ. അപ്പോൾ കത്രിക വെച്ചിട്ടില്ല, ബ്ലേഡ് വെച്ചിട്ട് ഇപ്പം ചെയ്യാം. ഓക്കെ, രണ്ട് കാലും സെറ്റായിരിക്കുന്നു. രണ്ട് കാലിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഒരു ഭിത്തിയമേലെ ഒട്ടിക്കുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ ആയിട്ട് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അത്ര നേരം യൂട്യൂബ് കണ്ടോണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഉണ്ട് ഞങ്ങൾക്ക് ക്യൂവിൻസ് ഡാൻസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം ഷോർട്സ്. ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ കൂടുതൽ കാണാറ്, പക്ഷേ ഇരുന്നു. അപ്പോൾ സെയിം ഷോർട്സ് ഓനും കണ്ടു. അപ്പോൾ ഞങ്ങൾ ബാക്ക് അടിച്ചിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സെയിം ഷോർട്സ് വരുമ്പോഴേ രണ്ടും ഒപ്പമാക്കാൻ നോക്കും. അതേമാതിരി ഒപ്പമാക്കി. അപ്പം ഉണ്ട് എന്താ കറക്റ്റ് സൗണ്ട്, കറക്റ്റ് ആനിമേഷൻ, ഫുൾ കറക്റ്റായിരുന്നു. എന്തായാലും ഞാൻ സീനായി, ഫുള്ള് കറക്റ്റായി. ലാസ്റ്റത്തെ കാലാട്ടോ ഗായ്സ് നമ്മൾ വെക്കുന്നത്. അയ്യോ, കൈ എവിടെ? കയ്യിലെല്ലാം കളറൊക്കെ ഉണ്ടെങ്കിലേ ആ കളറോ ഞാൻ തൊട്ടു. അതാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഒരു പ്രാവശ്യം ഞാനേ വേറെ ചെറിയതുണ്ടാക്കിയത്, അത് ചെക്കൻ പൊട്ടിച്ചു. അത് ചെക്കൻ പൊട്ടിച്ചതല്ല, ഇതേമാതിരത്തെ ഒന്നും ഞാൻ ഉണ്ടാക്കിയത് കുറച്ചും കൂടെ ചെറുത്. അത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ട് ഇത്രയൊക്കെ ഉണ്ട്. മറ്റേത് ഫസ്റ്റ് ഉണ്ടാക്കി ഇത്ര ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാഭാഗമായിട്ട് വരും. മുക്കാഭാഗം ആയിട്ടൊക്കെ വരും. അപ്പം നമ്മൾ 4 കാല് ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ച് അളവ് വ്യത്യാസമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ഒരയ്ക്കാം. ഓക്കെ ഗായ്സ്, നമ്മളുടെ ചെയറിൻ്റെ ഫ്രെയിം അങ്ങനെ സെറ്റായിരിക്കുന്നു. ഇരിക്കാനുള്ള ഫ്രെയിം സെറ്റായിരിക്കുന്നു. ഇനി ചാരി ഇരിക്കാനുള്ള ഫ്രെയിം. ഇത് വലിപ്പം കൂടിയൊന്ന് നോക്കട്ടെ. കറക്റ്റ്. കുറച്ചും കൂടെ ചെറുതാക്കാം. 1 സെൻറ്റിമീറ്റർ വേണ്ട.
ഓക്കെ, കറക്റ്റ് കുറച്ചും കൂടെ ചെറുതായിരിക്കുന്നു. ഇവിടെ ഷെയ്ക്ക് ഒട്ടിയിട്ടില്ല, ഷെയ്ക്ക് ഒട്ടിക്കട്ടെ ഗൈസ്. ഇതന്നെ അല്ലേ, ഇത്രയും നേരം ടാബ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഞാൻ കുറച്ച് 3D പ്രിൻ്ററിൻ്റെ ഓൻ എന്താ ഫുൾ ഡ്രിഫ്റ്റിങ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ചെറിയൊരു ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, ജപ്പാനോ ഏത് സ്ഥലത്തുനിന്ന് എന്താ പറയുക, അയാൾക്കൊരു മിയോട്ട മാറ്റിയ കാറുണ്ട്, അതിൻ്റെ മിനിയേച്ചർ മോഡലും ഉണ്ട്. അതായത് ഇത്തരം പോകുന്നൊരു മിനിയേച്ചർ മോഡലുണ്ട് 3D പ്രിൻ്റർ. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, അതിൻ്റെ എന്താ ഓൻ്റെ കാറ് ഭയങ്കര ഇഷ്ടമാണ്, ആ വലുത് റിയൽ കാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൻ 3D പ്രിൻ്റർ കൊണ്ട് അതിനൊരു കാറുണ്ടാക്കി, അത് ടയർ കറങ്ങും. എന്താ അല്ലേ, പക്ഷെ എഞ്ചിനൊന്നുമില്ല, ഇങ്ങനെ ഉരുട്ടിയിട്ടപ്പോൾ അത് എന്താ പറയുക, എത്ര നല്ല വലിപ്പമുണ്ട്. ടേബിളിൻ്റെ അത്ര സൈസ് ഉണ്ട്. ടേബിൾ മീൻസ് ചെറിയ ടേബിളില്ലേ, അതിൻ്റെ അത്ര സൈസ് ഉണ്ടാവും, അത് ഉറപ്പാണ്. ഞാൻ ഉണ്ടാക്കിയ PC ഇതില്ലേ, ഇത് റിയൽ ആയിരുന്നെങ്കിൽ അതിനത്ര വലിപ്പമുണ്ടോ അത്രയും വലിപ്പം ഉണ്ടാകും ആ സാധനത്തിന്. ഓക്കെ, നമ്മുടെ ചെയർ കുറച്ചും കൂടെ ചെറുതാക്കിയിരിക്കുന്നു, കണ്ടാത്തൊന്നുമില്ല, അത് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇവിടെ ഫ്രെയിം സെറ്റ് ചെയ്യണം. ഓക്കെ ഗായ്സ്, സച്ചു മൈൻഡ് ചെയ്യുന്നില്ല. സച്ചു വെള്ളം വേണം. അപ്പം ഞാൻ ഇപ്പം വരാം, വെള്ളം കുടിച്ചിട്ട്. ഒന്ന് വെള്ളം എടുത്തിട്ട് വരുമോ? ഓൻ പോയിട്ടുണ്ട് ഗായ്സ്. ഇപ്പം വെള്ളം കൊണ്ട് വരികയായിരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാം. ടൈം വേസ്റ്റ് ചെയ്യരുത്, ടൈം മൂല്യമാണ്. പറ്റാളും മതി, തണുപ്പല്ലേ, അതൊക്കെ ചൂടാവും. ഇതുണ്ടോ വീഡിയോയില്? എൻ്റെ BGR എന്ന ലോഗോ അപ്പുറത്തുണ്ട് ഗൈസ്. അവിടെ ഞങ്ങളിത് പഴയൊരു വീടാണ്, അപ്പോൾ അവിടെ ഒരു അലമാരയുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഈ റൂമായിട്ട് തന്നിട്ടുണ്ട്. ഈ അലമാരയിൽ ഞാൻ BGR എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതാ B ഇവിടെ, R ഇവിടെ, G ഇവിടെ. നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, കറക്റ്റായി. ഇതെന്താ ഒരിത്. ഓക്കെ ഗൈസ്, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് കാണാം. നേരത്തെ ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു, ഇപ്പോൾ കറക്റ്റ് കാണാം ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇവിടുന്ന് അയ്യോ എൻ്റെ ലാപ്ടോപ്പ് ദ ഗൈസ്, നമ്മുടെ കമ്പ്യൂട്ടറാണ് ഇവിടെ മൂവ് ചെയ്യണക്കുന്നു. ഒന്നുകൂടെ ഒട്ടിക്കാൻ എടാ, അതൊന്നും ഒട്ടിച്ചതുണ്ടല്ലോ, അത് പിന്നെ അവിടെ നിന്ന് അനങ്ങൂലത്. ഓക്കെ, ലാപ്ടോപ്പ് വീണ്ടും ഒട്ടിച്ചിരിക്കുന്നു. ലാപ്ടോപ്പ് നമ്മുടെ കമ്പ്യൂട്ടർ വീണ്ടും ഒട്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുകയായിരുന്നത്. ഈ വണ്ടി മോഡിഫൈഡയോ? MCയിൽ മേടിച്ചിട്ട് മോഡിഫിക്കേഷൻ. എൻ്റെ അനിയൻ്റെ വണ്ടിയാണ്, ഞങ്ങൾ ഇച്ചിരി മോഡിഫിക്കേഷൻ ചെയ്തായിരുന്നു. എൻ്റെ മുകളിലൊരു സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പിന്നെ ഇന്നലെ ടയറൊന്ന് ചെരിക്കാൻ നോക്കിയത്, ഈ റേസ് കാസ് ഉണ്ടാവില്ല, ടയർ ചെരിഞ്ഞ ടയർ ബാക്ക് ചെയ്യിച്ചതാ, ബാക്കിലത്തെ ടയറങ്ങ് പോയി.
ബാക്കിൽ ഇത് ഈ ടയറൊന്നും ഇല്ല സത്യമില്ല ബാക്കിൽ. ഇതിപ്പൻ്റെ ഈ പഴയ ഇതേമത്തെ ചെറിയ ഇതുണ്ട് ഡ്രാഗ് റേസ്, അതിൻ്റെ ടയർ എടുത്ത് ബാക്കിൽ വെച്ചതാ, അതൊക്കെ പൊട്ടി. എന്താ ചെയ്യാനാന്ന് പറ. ഇതൊന്ന് ഫിറ്റ് ചെയ്തോടാ പൈസ അനങ്ങാതൊന്നും കുഴപ്പമില്ല. സെൽഫി വെക്കാലോ. ഇപ്പോഴോ ഇപ്പോൾ വേണം അടുത്ത വീഡിയോ. അപ്പോൾ ഗൈസ് നമുക്ക് വേണമെങ്കിൽ വിഷുവിന് പൈസ കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ പറ്റുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹം ഒരു ചെറിയൊരു ഇത്ര പോകുന്നൊരു കാറുണ്ട്. റിമോട്ടിൻ്റെ ഒരു സാധനമുണ്ട് ബാക്കിൽ, കണ്ടെയ്നറൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഡിഫൻഡർ, പഴയ ഡിഫൻഡർ അല്ലേ, ചെറിയത് പഴയ മോഡൽ ഡിഫൻഡർ. അത് ഒന്ന് വേണമെന്നുണ്ട്, ഇല്ലാതില്ല. 1000 എത്ര ആണ്? 1000 ഒന്നുമില്ല, 925 995 ആണ്ടുള്ളൂ. 995. ഞാനൊരു ഡിഫൻഡർ ഉണ്ട്, എത്ര രൂപയുള്ള റിമോട്ടല്ല, പക്ഷെ ചെയ്യട്ടെ. അതിന് 1999 രൂപ ആണെന്ന് തോന്നുന്നു. നല്ല ബാക്കില് മറ്റേ 6x6 ഇല്ലേ, അങ്ങനത്തെ 6x6 ഡിവൈഡഡ് ബൈ യു. ഓക്കെ ഗായ്സ്, നമുക്ക് ആ ഇരിക്കുന്ന സ്ഥലത്തെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതൊന്ന് സ്റ്റാൻഡ് മാതിരി ഇരിക്കുന്ന സ്ഥലത്ത് വെക്കാലോ. അപ്പം അതൊന്ന് നിൽക്കുമല്ലോ, അങ്ങനെ നിൽക്കുമല്ലോ. ഇതാ 1 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ മില്ലിമീറ്റർ ഉയരത്തിൽ ഒരു സാധനമുണ്ട്. എന്തൊരു സാധനമാണ്, എന്താ സാധനം എന്നറിയില്ല. കമ്പോർഡാണ്, ഉറപ്പാണ്. നമ്മുടെ ഗ്യാരേജിൽ ഇത് ഇല്ല, ഗ്യാരേജിൽ ഒട്ടിയായിരുന്നു. പിന്നെ ഞാൻ ടെറോറിയം ഉണ്ടാക്കിയതുണ്ട് ഗായ്സ്. ടെറോറിയം ഒരു വർഷം കൂടുമ്പോ 1,00,000 രൂപയാവും. വിട്ടോ, ഞാൻ വീഡിയോയിൽ കണ്ടോ, വീഡിയോയിലല്ല ഡാൻഡി പറഞ്ഞതാ. 1,00,000 ആകും എന്നൊക്കെ പറയുന്നുണ്ട്. അത് വലുതാവും, വലിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പശയൊക്കെ ആയത് സൈഡിലിരിക്കേണ്ട ഒട്ടിപ്പിടിച്ചപ്പോൾ ടേബിൾമേലൊട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തത് ഒന്നാമത്തെ വെച്ചുട്ടോ ഗൈസ്. ഒരു കാല് പോയി. ഓലത് നിർത്തിയിരിക്കുന്നു. ഇതിന് ഓനൊരു റോൾസ് റോയ്സ് ഉണ്ടായിരുന്നു, ഇത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി പൊട്ടിച്ചു ഗൈസ്. ഇതിന് എനിക്ക് സ്കൂളിലൊരു പ്രൊജക്റ്റ് ഉണ്ടായത്, അതിന് കൊണ്ടുപോയതാ. എന്റെ ഏട്ടൻ്റെ 2 പൊട്ടി, 2 ലെഗ് പൊട്ടി. എന്റെ ഏട്ടൻ്റെ ഒരു വണ്ടിയും 2 ലെഗ് പൊട്ടി ഗൈസ്. ടെക്നോളജി കാണോടാ പത്തോ. ഞാനിന്ന് പുതിയ എടാ നമുക്കില്ലേ ഡിഫൻഡർ വാങ്ങിക്കുമ്പോ അല്ലേ, ഞാൻ ആ ഡിഫൻഡർ വാങ്ങിക്കും ചിലപ്പോ. എന്തിനാന്ന് നിനക്കറിയോ? ഇല്ല, അറിയില്ല. ഓടിച്ചോളിക്ക അല്ല, ആ ഡിഫൻഡറിന്റെ ബോഡി ഊരി മാറ്റിയിട്ട് എന്റെ ബോഡി ഊരി മാറ്റിയിട്ട് മിനി ഡിഫൻഡറോ ബോഡി ഊരിയിട്ട്. മനസ്സിലായില്ല? മനസ്സിലായി. ഇപ്പം ഞാൻ കാണിച്ച വണ്ടിയില്ലേ, ഒരു വാന്, വോൾസ്വാഗൻ്റെ വാന്, അതിനകത്ത് വെക്കാനാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതിനകത്ത് ടയറൊക്കെ വാങ്ങിക്കണം. പിന്നെ
ഇത് സ്പോർട്സ് വണ്ടി അല്ലേ? അതിന് അതിന്റെ ഡയറക്റ്റ് വലിപ്പം ഇത്രയൊക്കെ ഉണ്ടാവേ. നോക്ക് അതിന് അതിനിപ്പോ എനിക്കെന്തോ ആണടാ അതിന് പറഞ്ഞിട്ട്. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. വീഡിയോ ഒക്കെ തുടങ്ങി കഴിഞ്ഞടാ. ഈ കാര്യം കാണിച്ചാൽ നിങ്ങൾക്ക് എന്റെ പൈസ നമ്മളെ ഗ്യാരേജിൽ ചിലപ്പെങ്കിൽ വെക്കും, ചിലപ്പെങ്കിൽ വെക്കൂല. യെസ്, ഒരു സാധനമാണ് പൈസ, ചെറിയ പൈസ. ഇതെല്ലാവരും എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല, കുട്ടികൾക്ക് ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഇപ്പൊ ജനിച്ചിറങ്ങിയ കുട്ടികളുടെ കയ്യിലുണ്ടാവൂടാ. അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഗൈസ്. എന്തൊക്കെയാ പറയണ്ട് ഇതൊന്നും അറിയില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഗൈസ് ഒന്ന് മുരച്ച് ശരിയാക്കാം. എടാ മറ്റേ വരക്കുന്ന സാധനത്തിന്റെ പേരും ചെയ്തു. ആ സാൻഡ് പേപ്പർ, അത് വായി കിട്ടണില്ല ഗൈസ്. അച്ഛൻ വീടിന് പെയിന്റ് അടിക്കും എന്ന് പറഞ്ഞു. താണ്ടാ കോട്ടന്മാ, അച്ഛൻ വീടിന് പെയിന്റ് അടിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ചെയ്യും ഇന്ന് വൈറ്റ് സിമെന്റ്. എന്നിട്ട് പെയിന്റ് അടിച്ച് ഞങ്ങളുടെ റൂമൊക്കെ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. നമ്മുടെ റൂമിലേക്കല്ല, നമ്മളെ പുറം ഭാഗല്ലേ. നമ്മളെ റൂമിലും പെയിന്റ് അടിക്കണം. ആ അച്ഛൻ പറഞ്ഞു.